ജാസ്മിൻ ആയിരുന്നു എവിക്റ്റ് ആവണ്ടായിരുന്നത്. നല്ല കാര്യം. ആ പുറത്തായ ഭാവിയിലെ യുവതി യുവാക്കൾക്ക് പ്രചോദനം ചെയ്യണതാണ്. ഷോയാണ്. പുള്ളി പുറത്തിറങ്ങിയാൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല, പുറത്തിറങ്ങണം തന്നെയായിരുന്നു. കണ്ടപ്പോ തൊട്ട് എനിക്ക് ഇഷ്ടമല്ല പുള്ളിനെ. ആര് കപ്പടിക്കും? ജിൻഡോടി. ഉറപ്പാ? ഓക്കെ. അപ്പൊ ജാസ്മിനോ? ജാസ്മിൻ അടിക്കില്ല, അടിക്കത്തില്ല. അടിക്കും. ഒന്നും പറയാൻ പറ്റണില്ല മോളെ. അവിടെ എല്ലാം കള്ളക്കളികളാണ് നടക്കണത്. ഇന്ന് കാണുന്ന പോലെയല്ല നാളെ കാണുന്നത്, നാളെ കാണുന്ന പോലെയല്ല നാളെ കഴിഞ്ഞ് കാണുന്നത്. ഇതിലും വലിയ കളികൾ ഇതിന്റെ ഉള്ളിൽ ഇതിനു മുമ്പുള്ള സീസണിൽ നടന്നിട്ടില്ലേ? പിന്നെന്താ ഇതിനൊക്കെ അങ്ങനെ ഒരു ഇത്? അവന്റെ ഇടയ്ക്ക് സംസാരം നീറ്റ്നെസ് കുറവാ, അങ്ങനെ തോന്നി. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും കഴിഞ്ഞ ദിവസമായിരുന്നു അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഗബ്രി പുറത്തായത്. ഗബ്രി പുറത്തായതോട് കൂടിയിട്ട് ഗബ്രിയുടെ ആരാധകരെല്ലാം വളരെയധികം വിഷമത്തിൽ തന്നെയാണുള്ളത്. ഇപ്പം നമ്മളുള്ളത് ഗബ്രിയുടെ നാട്ടിലാണ്. ഗബ്രിയുടെ നാട്ടിൽ എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഗബ്രിയെ പറ്റിയിട്ടും ആ ഒരു എവിക്ഷൻ പ്രക്രിയയെ പറ്റിയിട്ടും നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഗബ്രി ജാസ്മിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും. അപ്പം നമുക്കൊന്ന് പോവാം അല്ലേ? അപ്പം ചേച്ചി, നമ്മുടെ ഗബ്രിനെ അറിയാവോ? പിന്നെ എന്റെ തൊട്ടയൽവക്കത്തെ കുട്ടിയല്ലേ. അപ്പൊ ഗബ്രി ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായല്ലോ, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾ വിചാരിച്ചു സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും, 100 ദിവസമൊക്കെ തേക്കും. ഞങ്ങള് നല്ല സ്മാർട്ട് അല്ലായിരുന്നോ, നല്ല കുട്ടിയല്ലായിരുന്നോ? പക്ഷെ എന്തോ സംഭവിച്ചെന്ന് അറിയില്ല. ആ പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നെങ്കിൽ ചിലപ്പോ പുള്ളി കുറച്ചും കൂടെയൊക്കെ ഒന്ന് ആക്റ്റീവായി ഇതായിരുന്നു. പവർ റൂമിൽ കയറിയതോട് കൂടിയിട്ട് ഗബ്രിക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആ പുള്ളിന്റെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരുപാട് ഒരു ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. പവർ റൂമിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു തോന്നലൊന്നും ആരും ചതിക്കില്ല എന്ന് വിചാരിച്ചതാണ്. ഇല്ലേ? എല്ലാരും സപ്പോർട്ട് ഉണ്ടാവും കരുതിയത്. പക്ഷെ എങ്കില് ഗബ്രീന്റെ കൂടെ ആ എവിക്ഷൻ പ്രക്രിയയിൽ ജാസ്മിൻ അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോ ഗബ്രി അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമല്ലേ. ഈ പറയുന്ന വിവരമുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റാവുന്നതുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അല്ലേ? ഇനിയിപ്പോ അത് റിയൽ ആണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ഒരാണും ഒരു പെൺകുട്ടിയല്ലേ, അതൊക്കെ സ്വാഭാവികമാണ്. ഇതിലും വലിയ കളികൾ ഇതിന്റെ ഉള്ളിൽ ഇതിനു മുമ്പുള്ള സീസണിൽ നടന്നിട്ടില്ലേ? പിന്നെന്താ ഇതിനൊക്കെ അങ്ങനെ ഒരു ഇത്? എങ്ങാനും ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം ഇവര് തമ്മിൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അവരുടെ ഇഷ്ടം, അവരുടെ വീട്ടുകാരുടെ ഇഷ്ടം ഒക്കെ ആയിരിക്കും. പിന്നെ അവരാണ് ചിന്തിക്കേണ്ടത്. നമ്മളുടെ കുടുംബം, നമ്മളുടെ ആൾക്കാർ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം അവര് തീരുമാനിക്കണം. അത് അവര് ചിന്തിക്കണം. ചിന്തിക്കാൻ വിവരമില്ലാത്ത കുട്ടികളൊന്നുമല്ല, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉള്ള കുട്ടികളാണ്. അപ്പൊ പിന്നെ അതൊക്കെ അവര് ചിന്തിക്കാന്നുള്ളതാണ്. നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഗബ്രി വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഒന്നും പറയാൻ പറ്റണില്ല മോളെ. അവിടെ എല്ലാം കള്ളക്കളികളാണ് നടക്കണത്. ഒത്തിരിയുണ്ട്. ഒന്നും നമുക്ക് ഇന്ന് കാണുന്ന പോലെയല്ല നാളെ കാണുന്നത്, നാളെ കാണുന്ന പോലെയല്ല നാളെ കഴിഞ്ഞ് കാണുന്നത്. നമുക്ക് ഒന്നും പറയാൻ പറ്റണില്ല. ഇപ്പൊ ജിൻഡോയാണോ, അല്ലെങ്കിൽ നോറയാണോ, അല്ലെങ്കിൽ മറ്റേ ജാസ്മിന് പക്ഷേ ജാസ്മിൻ ആ ഇതിന്ന് പുറത്തേക്ക് വരാൻ ഇപ്പൊ ഇന്നലെ തന്നെ ജാസ്മിൻ പറഞ്ഞത് എന്താ, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഗബ്രി വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞാണ് അവളിരിക്കുന്നത്. ഇന്നലത്തെ പറയണ്ടായിരുന്നു അങ്ങനെ. പിന്നെ അറിയില്ല. പിന്നെ നമ്മുടെ ആ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണത്തെ, റസ്മിൻ ആരേതാ എന്താന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് കാണുന്നവരെല്ലാം നാളെ കാണുന്നത്. പുള്ളീനെ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഇഷ്ടമല്ല പുള്ളീനെ. പിന്നെ എന്തിട്ട് തോന്നാനാ? പുള്ളീനെ കാണാൻ വേണ്ടി അങ്ങനെ കയറാറില്ല. ഞാൻ പിന്നെ ജിൻഡോന്റെ ഫാനായിട്ട് പുള്ളീനെ അത്രക്ക് ശ്രദ്ധിക്കാറില്ല. പുള്ളി പുറത്തിറങ്ങിയാൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല, പുറത്തിറങ്ങണം തന്നെയായിരുന്നു. ഓക്കെ. ജാസ്മിന്റെ കൂടെ ആയിരുന്നില്ല എവിക്ഷൻ പ്രക്രിയയിൽ ഗബ്രി ഉണ്ടായിരുന്നതെങ്കിൽ ചിലപ്പം ഗബ്രി വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്നാവും തോന്നുന്നുണ്ടായിരുന്നോ? ഏയ് ഇല്ല, നടക്കത്തില്ല. ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ ആൾക്കാരുടെ തീരുമാനം വെച്ചാണ് പുറത്തു പോയെങ്കിൽ എന്തായാലും ഇനി കയറത്തില്ല. ഓക്കെ. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജാസ്മിനും കൂടി പുറത്തായതിനു ശേഷം ഇനി ഇവർ രണ്ടുപേരും കൂടി വിവാഹം കഴിച്ചേക്കാം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? പുള്ളി പുറത്തിറങ്ങി പറഞ്ഞല്ലോ അവര് ഫ്രണ്ട്സ് ആയിരുന്നു, ഇനിയിപ്പോ അങ്ങനെ ചാൻസ് ഇല്ല. അല്ല, അതിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം അതിനെ പറ്റിയിട്ട് ഞങ്ങൾ സംസാരിച്ച് തീരുമാനിക്കുന്ന അതിനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ അവര് തന്നെ തീരുമാനിക്കട്ടെ. ഇവരുടെ ഒരു ലവ് സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അത് പുള്ളിയുടെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അവര് തമ്മിൽ അങ്ങനെ അഭിനയിക്കണം. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ. ബിഗ് ബോസ് ഹൗസിനകത്ത് ഒട്ടും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ആരാ? ഒട്ടും ഇഷ്ടമില്ലാത്തത് ഇപ്പൊ ആദ്യം ഗബ്രി ആയിരുന്നു, ഇപ്പൊ നോറേനെ ഇഷ്ടമില്ല. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിൻഡോനെയാണ്. ആര് കപ്പടിക്കും? ജിൻഡോടി. ഉറപ്പാ? ഓക്കെ. അപ്പൊ ജാസ്മിനോ? ജാസ്മിൻ അടിക്കത്തില്ല. 5-ലെങ്കിലും എത്തുവോ ജാസ്മിൻ? 5-ലെത്താൻ ചാൻസ് ഉണ്ട്. നല്ല കാര്യം.
നല്ല കാര്യം. ആ പുറത്തായ നീ ഒന്ന് പറഞ്ഞ ബാക്കി കാര്യം കാണാറില്ല. കാണാറില്ല. എന്നാലും മോശമായി പോയെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ നാട്ടിലൊരു ചെറുക്കനല്ലയോ? അതുകൊണ്ട് അഭിപ്രായം തോന്നുന്നുണ്ട് പുറത്തായി പോയല്ലോ. എന്നാലും കുഴപ്പം കണ്ടോടത്തോളം ഞാൻ എല്ലാ ദിവസവും കാണാറില്ല. എല്ലാ ഇതാണ് കണ്ടത് കുറച്ച് ഇതാണ് നല്ല കാര്യങ്ങളാണ്. ഭാവിയിലെ യുവതിയുവാക്കൾക്ക് പ്രചോദനം ചെയ്യണതാണ്. ഷോയാണ്. ശരിക്കും പറഞ്ഞൊരു സങ്കടം ഉണ്ട്. കാരണം നമ്മുടെ മങ്ങാട്ടരയ്ക്ക് ഒരു അഭിമാനമായേനെ ഒന്ന് ജയിച്ചു വന്നിരുന്നെങ്കിൽ. നമ്മളങ്ങനെ ആഗ്രഹിക്കൂലോ. അത് ഇല്ലാത്തതുകൊണ്ടൊരു വിഷമമുണ്ട്. ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തായത് എന്നുള്ള കുറച്ച് ടോക്കുകളൊക്കെ ഇപ്പം പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ ഒരാള് കാരണം പുറത്താവല്ലോ, അതൊരു ഗെയിമല്ലേ. അതിന് ചില പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ ഫെയിലർ ആയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും പുറത്തായത്. ഓക്കെ, ഇനിയിപ്പം ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം ഗബ്രിയും ജാസ്മിനും വിവാഹത്തിലേക്ക് കടക്കും എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവാം. ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഓരോരുത്തരുടെ മൈൻഡ് പറയാൻ പറ്റില്ല. അതിന് മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ ആയിരുന്നു എവിക്റ്റ് ആവേണ്ടിയിരുന്നത്. ഓക്കെ, ജാസ്മിന് പകരം വേറൊരാളായിരുന്നു ആ ഒരു എവിക്ഷൻ പ്രക്രിയയിൽ ഗബ്രിന്റെ കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ ഗബ്രി ഇന്നാകുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഗബ്രി ചേട്ടൻ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്പീക്കറാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ കുറെ നെഗറ്റീവ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം പോയത്. നിൽക്കുമായിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടി പുള്ളിക്ക് ഒരു ടോപ്പ് 5 വരെയൊക്കെ എത്താൻ കാലിബർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആയിരിക്കാം. ഓക്കെ, ഇപ്പം പവർ ഹൗസിൽ നിന്നും ഗബ്രി ഇറങ്ങിയില്ലായിരുന്നു എങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ലായിരുന്നു. ഇല്ലായിരുന്നു. അപ്പൊ അത് ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പം ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം ഗബ്രിയും ജാസ്മിനും വിവാഹിതരായേക്കാം അങ്ങനെയുള്ള തോന്നുന്നുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസം ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം അതിനെ പറ്റിയിട്ട് കൂടുതൽ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് തീരുമാനിക്കുന്നൊക്കെ. എനിക്ക് തോന്നുന്നു ലൈക്ക് എല്ലാ സീസണിലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കപ്പിൾ സംതിങ്. അപ്പം എന്താ പറയാ, അങ്ങനെ വരുമ്പം മീൻസ് കുറെ പേര്, അതായത് ഇപ്പം പേളിയും ശ്രീനിഷും അവര് ആക്ച്വലി ട്രൂ ലവ് ആണ്. പക്ഷെ അവരങ്ങനെ ആയപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിരുന്നല്ലോ രണ്ടുപേരും. അപ്പം ഇങ്ങനെ ഇവരും എന്താ പറയാ ജാസ്മിനും ഗബ്രിയും അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കളിക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഇതിപ്പോ ഗെയിമിന്റെ സ്ക്രിപ്റ്റഡ് ആണെന്നൊന്നും നമുക്കറിയില്ല. സോ അത് അവരുടെ ലൈഫ്, നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. നമ്മുടെ ഗബ്രി ഉണ്ടായിരുന്നല്ലോ ബിഗ് ബോസിന്റെ ഉള്ളിൽ, അപ്പം ഇപ്പം പുറത്തായല്ലോ. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് ആള് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല, അതുകൊണ്ട് ഔട്ടായി. സോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആളുടെ ഇഷ്ടം. ആ പവർ ഹൗസിനകത്ത് തന്നെ, പവർ ടീമിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഔട്ട് ആവത്തില്ലായിരുന്നല്ലോ. ആവത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും നെക്സ്റ്റ് വരുമ്പോ ചിലപ്പോൾ ഔട്ട് ആവുമായിരിക്കും, ഒന്നും പറയാനില്ല. ഓക്കെ, ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരുന്നില്ല എങ്കിൽ ഒരു 100 days അവിടെ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഗെയിമറായിരുന്നു, നന്നായിട്ട് കളിക്കായിരുന്നു. ഈ പവർ ടീമിനുള്ളിൽ ചെന്നതോട് കൂടിയിട്ടാണ് പുള്ളി കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആയതായിട്ട് തോന്നിയിട്ടുണ്ടോ? കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നു, ഗെയിംസിലായാലും നല്ല രീതിയിലായിരുന്നു. ഓക്കെ, ഇപ്പം ഈ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ഇതാണെങ്കിൽ തന്നെയും പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ പുറത്തിറങ്ങിയതിന് ശേഷം അവര് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് തീരുമാനിക്കുന്നു. അപ്പം അവർ ഇനി ഫ്യൂച്ചറിൽ ഒന്നാകും എന്ന് കരുതുന്നുണ്ടോ? മേ ബി അവർ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കും. എനിക്ക് അവിടെ അങ്ങനെ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ അവര് സംസാരിച്ച് ഡീലാക്കിയായിരിക്കും. ഓക്കെ, ജാസ്മിൻ ഓൾറെഡി എൻഗേജ്ഡ് ആണല്ലോ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മേ ബി പുറത്തിറങ്ങുമ്പോൾ അവളുടെ വീട്ടുകാര് വേറെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ വീട്ടുകാരൊന്നും സംസാരിച്ച് എന്തെങ്കിലും ആക്കുമായിരിക്കും. ഓക്കെ, ജാസ്മിൻ കപ്പടിക്കും എന്ന് തോന്നുന്നുണ്ടോ? മേ ബി ഒരു 60%. ജാസ്മിൻ ഗബ്രിയോട് കാണിച്ചതിനകത്ത് എന്തെങ്കിലും ഒരു ഫേക്ക്നെസ് ഫീൽ ചെയ്യാറുണ്ടോ പലപ്പോഴും? ഉണ്ട്. എനിക്ക് പലപ്പോഴും ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഓവറായിട്ട് തോന്നാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും അവിടെ ഒരു ചർച്ച നടന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ഗബ്രി പോയെങ്കിലും ഞാൻ ഇന്നായിട്ടുണ്ടെങ്കിലും അത് എന്റെ കഴിവാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ടല്ലോ. അതിനെ പറ്റിട്ടോ ഇവരെന്താ പറയാ, എനിക്കെന്താ ആളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വന്നപ്പോ തൊട്ടൊരു ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് എനിക്ക് തോന്നി. രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പൊ ആളുടെ കഴിവിൽ വിശ്വസിക്കുന്നു. ഓക്കെ, ആര് കപ്പടിക്കും ഇനി ഉള്ള കണ്ടസ്റ്റൻസിൽ? എനിക്ക് ജിൻഡോ ഓക്കെ, അർജുൻ ഓക്കെ, പിന്നെ ജാസ്മിൻ. ഇവരാണല്ലോ ഇവര് 3 ആരെങ്കിലും കപ്പടിക്കും. ആരെങ്കിലും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ഉണ്ടോ അവിടെ?
സിജോനെ സിജോനെ ഇഷ്ടമില്ല. എന്തുണ്ട് ഇഷ്ടമില്ലാത്ത? അവന്റെ ഇടയ്ക്ക് സംസാരം നീറ്റ്നെസ് കുറവാ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, നീറ്റ്നെസിന്റെ കാര്യങ്ങൾ കൂടുതലും ജാസ്മിനാണ്, പക്ഷെ അത് എനിക്ക് കണ്ടപ്പോ തോന്നിയിട്ടില്ല. പക്ഷെ കുറച്ചും കൂടി തോന്നിയിരിക്കുന്നത് സിജോന്റെ കണ്ടപ്പോഴാണ്. സിജോന്റെ കണ്ടപ്പോൾ. ഓക്കെ.